നേരത്തെ നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ തന്നെ TDPയും അതുപോലെ തന്നെ JDUവും നമ്മളിന്ന് വാർത്ത കേൾക്കുന്നത് TDP 3 മന്ത്രിസ്ഥാനം ചോദിച്ചു, +1 ആണ് ഒരു സഹമന്ത്രി എന്ന്. മാത്രമല്ല സ്പീക്കർ സ്ഥാനം കൈവിടാൻ തയ്യാറാണ്, പകരം പ്രത്യേക പദവി നൽകിയാൽ മതിയെന്ന്. നോക്കൂ, പ്രത്യേക പദവി നൽകിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പുറത്ത് തെലങ്കാന സംഘർഷഭരിതമാകും. അവിടെ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, 4-ൽ നിന്ന് 8 അപ്പോൾ ആന്ധ്ര എന്ന് പറയുന്ന ഒരു ഭൂവിഭാഗത്തിന് മാത്രം പ്രത്യേക പദവി കൊടുത്താൽ സമാനമായതോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അസ്വസ്ഥത പടരും എന്ന് പറയുമ്പോൾ ക്രമസമാധാന പ്രശ്നമല്ല അതിലൂടെ ഉണ്ടാകുന്നത്, അത് BJPയുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. അതിപ്പോൾ തെലങ്കാനയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അതാണ് എന്നുള്ളതാണ് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണാൻ നോക്കുന്നത്. ഈ ഒരു പാർലമെൻറ്റിനെ യഥാർത്ഥത്തിൽ വളരെ കൗതുകത്തോടു കൂടിയും ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ പ്രതീക്ഷയോടുകൂടിയുമാണ് ഉറ്റുനോക്കുന്നത്. ഭരണപക്ഷത്തിൻ്റെ അതേ ശക്തിയുള്ള പ്രതിപക്ഷം രണ്ടും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ബില്ലുകളിൽ അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അങ്ങനെ ഒരു ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവ് എന്നുള്ളതാണ് ഈ 18ാം ലോക്സഭയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആശങ്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ TDPയെയും JDUവും ഏതെങ്കിലും തരത്തിൽ മുന്നണി വിടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ NDA അസ്ഥിരപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ചോ അല്ല, പകരം മറുഭാഗത്തുള്ള പ്രതിപക്ഷം ഇൻടാക്റ്റായി അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ലോക്സഭ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് നമ്മൾ 10 വർഷമായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർലമെൻറ്റ് നാളെ വേണമെങ്കിൽ ഇപ്പോൾ TDPയെയും JDUവിനെയും ഒന്നും പുലർത്താൻ ധൈര്യപ്പെടില്ല. കാരണം ആ തരത്തിൽ ഏതെങ്കിലും ഒരു എൻജിനീയറിങ് BJP നടത്തുന്നു എന്ന് തോന്നിയാൽ അതൊരു വിവരമായി TDPയുടെ നേതൃത്വത്തിനും JDUവിൻ്റെ നേതൃത്വത്തിനും വന്നാൽ ആ സമയത്ത് അവർ പിന്തുണ പിൻവലിച്ചു പോകുമല്ലോ. അപ്പോൾ JDUവിൽ ഏതെങ്കിലും തരത്തിൽ ഒരു എൻജിനീയറിങ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ TDP അവിടെ നിൽക്കില്ല, അല്ലെങ്കിൽ മറ്റു കക്ഷികൾ അവിടെ നിൽക്കില്ല. ഈ ഒരു നോക്കൂ, നേരത്തെ നമ്മൾ നിങ്ങൾ സംസാരിച്ച കാര്യത്തിൽ നിന്ന് നോക്കൂ, ഇതേ നിതീഷ് കുമാർ 2 വട്ടം NDA വിട്ടുപോയതാണ്, ഇതേ ചന്ദ്രബാബു നായിഡു 2 വട്ടം വിട്ടുപോയതാണ്. രണ്ടും ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിലല്ല, നരേന്ദ്രമോദി എന്ന ആൾക്കെതിരായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പോയത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു കുരുത്തക്കേട് അവിടെ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പകരം കോൺഗ്രസിനെ വേണമെങ്കിൽ പിളർത്താം. കോൺഗ്രസിനെ പിളർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പക്ഷേ ഉണ്ടാകണം. ആ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? കോൺഗ്രസ് വീണ്ടും പഴയതുപോലെ ഒരു സ്ലീപ്പ് മോഡിലേക്കൊക്കെ പോയാൽ, നേരത്തെ G22 ഒക്കെ ഉണ്ടായതുപോലുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ. പക്ഷെ അതൊന്നും അല്ല അടുത്ത മാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം ഇപ്പോൾ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച വിഷയമുണ്ട്. അതായത് ഉത്തർപ്രദേശിൽ നേതൃമാറ്റം എന്നുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഫഡ്നാവിസ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയുടെ കസേര ആടിത്തുടങ്ങിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഹരിയാന, ഏറ്റവും ഭരണവിരുദ്ധ വികാരം നടക്കുന്ന 3 സംസ്ഥാനങ്ങളാണ്. നമ്മൾ നോക്കുക, നമ്മൾ ഈ ദിവസം, അതായത് ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ് BJPയുടെ ലീഡർഷിപ്പ് ആരായിരിക്കും എന്നുള്ളതായിരിക്കും. കാരണം ആ നിലയിൽ വലിയ വൾണറബിളാണ് നിലവിലുള്ള സ്ഥിതിയിൽ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അതിനെ റീഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്ന് കരുതാം. അപ്പോൾ ആ നിലയിൽ പ്രതിപക്ഷ നേതൃനിരയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യയിലോ വലിയ മാറ്റങ്ങളില്ലാതെ പോവുകയാണ് എങ്കിൽ ഏത് ഭരണകൂടത്തെയും നമുക്ക് കൃത്യമായി ജനാധിപത്യപരമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ Meet the editors.